ഹായ് ഓൾ. ഇന്ന് കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്തുകയാണ് ഞാൻ. ബെഡഡ് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഡയപ്പറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെഡഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഈ ഡയപ്പർ എന്ന് പറയുന്നത്. ഡയപ്പർ നമുക്ക് സ്മോൾ സൈസ് ഉണ്ട്, ലാർജ് ഉണ്ട്, മീഡിയം സൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസ് ഏതാണോ അത് വെച്ചിട്ട് നമുക്കിത് സെലക്ട് ചെയ്യാം. ഞാനിത് വാങ്ങിക്കുന്നത് എൻ്റെ അച്ഛൻ ബെഡഡായിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിത് വാങ്ങിക്കുന്നത് ബൾക്കായിട്ടാണ് വാങ്ങിക്കുന്നത്. എറണാകുളത്തു നിന്നാണ് വാങ്ങിക്കുന്നത്. ഇത് ലാർജാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പേപ്പർ നാപ്കിൻസ് നമുക്ക് ആവശ്യമാണ്. ഇത് നമ്മൾ ബൾക്കായിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത്. നമുക്ക് മോഷനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പേപ്പർ നാപ്കിൻസ് ആവശ്യമാണ്. നെക്സ്റ്റ് നമുക്ക് ബോഡി വൈപ്സ് ആണ്. ഇത് മെഡിബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ബൾക്കായിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത്. നമുക്ക് അത്യാവശ്യമുള്ളൊരു സാധനമാണ്. നമ്മൾ പേഴ്സണൽ പോർഷനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ്ഫുള്ളാണ്. ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യും. കാരണം മോശം പോയി കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഇതുകൊണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വൈപ്സ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ഗ്ലൗസ്. ഗ്ലൗസും നമ്മൾ ഒരു 1-2 പാക്കറ്റായിട്ട് ഇത് ഒരു ഫുൾ പാക്ക് ഇത് തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മുറിവെണ്ണ നമ്മൾ യൂസ് ചെയ്യും. കാരണം നമുക്ക് ഇവരുടെ ബോഡി കുറച്ച് ഫുൾ ടൈം കിടക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് മുറിവെണ്ണയൊക്കെ ഇട്ട് ബോഡിയൊക്കെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു മുറിവെണ്ണ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇതൊരു സ്കിൻ സൂത്തിങ് സൊല്യൂഷൻ എന്ന്, അതായത് നമുക്ക് ചിലപ്പോൾ ഇവർക്ക് ഇച്ചിങ് പോലെയൊക്കെ തോന്നും, ചൊറിയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ബെറ്റാഡിൻ ലോഷനാണിത്. ഇത് നമുക്ക് പേഴ്സണൽ പോർഷനിലൊക്കെ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബെറ്റാഡിൻ ലോഷൻ എപ്പോഴും നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യണം. അത്യാവശ്യം നമുക്ക് ഒരു കോട്ടൺ കൂടി വേണം നമ്മുടെ കയ്യിൽ. കോട്ടൺ യൂസ് ചെയ്തിട്ട് അവിടെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ബെറ്റാഡിൻ ലോഷൻ തൂത്ത് കൊടുക്കും. പിന്നെ വരുന്ന കാൻഡിഡിൻ്റെ ഒരു പൗഡറാണ് വരുന്നത്. കാരണം അവരുടെ കുളിച്ചതിനൊക്കെ ശേഷം നമുക്ക് ഈ പൗഡർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുളിക്കാൻ നേരത്ത് നമുക്ക് ഇതുപോലെയുള്ള ബോഡി ലോഷൻസ് യൂസ് ചെയ്യാം. ബോഡി ലോഷൻസ് ഇട്ടിട്ട് നമുക്ക് അവരെ കുളിപ്പിക്കാൻ പറ്റും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വിവലിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം, വിവലിൻ്റെയോ പല കമ്പനിയുടെ ഉണ്ട്, നമുക്ക് ഏതെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ബോഡി ലോഷൻ വേണം. പിന്നെ നമുക്ക് വരുന്നത് ഒരു റൂം ഫ്രഷ്നർ, ഏതെങ്കിലും ഒരു റൂം ഫ്രഷ്നർ നമ്മൾ കീപ്പ് ചെയ്യുക. ഇതാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ചില ടൈമിൽ ഇവർക്ക് ശ്വാസം മുട്ട് പോലെയൊക്കെ വരാറുണ്ട്. ആ ടൈമിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു നെബുലൈസർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് നെബുലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അത്യാവശ്യം നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യേണ്ടത്. ഒരു ബെഡഡ് പേഷ്യൻ്റ് ആകുമ്പോൾ അത്യാവശ്യം കീപ്പ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളാണ് ഇതെല്ലാം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ബെഡഡായിട്ടുള്ള പേഷ്യൻസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക്